കഥയെ ആരംഭിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. വിവാഹത്തിന് മുമ്പ് തന്റെ മകൾ ഗർഭിണിയായ വിവരം പുറം ലോകം അറിയാതിരിക്കാൻ ആ പെൺകുട്ടിയുടെ പിതാവായ പുരോഹിതൻ ഗ്രാമപ്രദേശത്ത് നിന്നുള്ള ലളിതമായി ജീവിക്കുന്ന ഒരു യുവാവിനെ സമീപിച്ച് അവളെ വിവാഹം കഴിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പൊതുവെ ഗ്രാമപ്രദേശങ്ങളിൽ വിവാഹം നടക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരുന്നു ആ പെൺകുട്ടിയെ കാണാതെ വിവാഹത്തിന് അവൻ സമ്മതിച്ചതും. അധികം വൈകാതെ ആഘോഷങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ ഒരു ചെറിയ പള്ളിയിൽ വെച്ച് ആ വിവാഹം വളരെ രഹസ്യമായി നടന്നു. വിവാഹത്തിന് തൊട്ടു പിന്നാലെ ആ പെൺകുട്ടിയെ അവളുടെ പുതിയ ഭർത്താവിനൊപ്പം ബന്ധുക്കൾ പറഞ്ഞയച്ചു. വിദൂര പ്രദേശത്തായിരുന്നു ഭർത്താവിന്റെ വീടുണ്ടായിരുന്നത്. അവൾക്ക് ആ വീട്ടിൽ എല്ലാ സൗകര്യവും സന്തോഷവും ഉറപ്പാക്കാൻ ആ യുവാവ് തന്റെ കഴിവിനും മീതെ പരിശ്രമിച്ചു. ആ ഗ്രാമപ്രദേശത്ത് ഒട്ടും സുലഭമല്ലാത്ത സാധനങ്ങൾ പോലും അയാൾ അവൾക്കായി അവിടെ എത്തിച്ചു. അയാൾ ഒരു റെഫ്രിജറേറ്റർ വാങ്ങുകയും ബാത്റൂമിൽ ഒരു വാട്ടർ ഹീറ്റർ ഘടിപ്പിക്കുകയും ചെയ്തു. എങ്കിലും അവരിരുവരും ആദ്യഘട്ടത്തിൽ വെവ്വേറെ മുറികളിൽ ഉറങ്ങണം എന്നായിരുന്നു അയാൾ നിർബന്ധം പിടിച്ചത്. അവളെ പരമാവധി കംഫോർട്ടബിൾ ആക്കി നിർത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് വേണ്ട സ്പേസ് അവൾക്ക് നൽകിക്കൊണ്ട് അയാൾ അവളിൽ നിന്ന് അകലം പാലിച്ചു. നിശബ്ദമായ ആ അകലത്തിൽ തികച്ചും അപ്രതീക്ഷിതമായ ചിലത് മുളപൊട്ടാൻ ആരംഭിക്കുകയായിരുന്നു. ദ മാജിക് ഓഫ് ഓർഡിനറി ഡേയ്സ് എന്ന രസകരമായ ചലച്ചിത്രം ആരംഭിക്കുന്നത് അവിടെ നിന്നുമാണ്. വലിയ സ്നേഹമില്ലാതെയാണ് അവരുടെ ആ ദാമ്പത്യം ആരംഭിച്ചതെങ്കിലും അവളെ സന്തോഷിപ്പിക്കാൻ, അവളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ അയാൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യണമെന്നോ വീട്ടുജോലികൾ നോക്കണമെന്നോ അയാൾ ഒട്ടും തന്നെ ആഗ്രഹിച്ചില്ല. പകരം ആ ഉത്തരവാദിത്തങ്ങളെല്ലാം അദ്ദേഹം സന്തോഷത്തോടെ സ്വയം ഏറ്റെടുത്തു. അവിടെ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ അവൾക്ക് വിരസതയോ ഏകാന്തതയോ തോന്നാതിരിക്കുവാൻ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ പോലും അയാൾ കടം വാങ്ങിക്കൊണ്ടുവന്നു. എന്നാൽ അയാളുടെ ഈ സ്നേഹപ്രകടനങ്ങളൊന്നും അവളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നുണ്ടായിരുന്നില്ല. അതിന് ഒരു കാരണവുമുണ്ട്. അവളുടെ ഉള്ളിന്റെയുള്ളിൽ അവൾ ഇപ്പോഴും മറ്റൊരാളെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ പിതാവായ തന്റെ പഴയ കാമുകനെ അവൾ ഇടയ്ക്കിടെ തന്റെ സഹോദരിയെ വിളിച്ച് അയാളെക്കുറിച്ച് അന്വേഷിക്കും. എന്നെങ്കിലും അയാൾ തന്നെ തേടി വരുമെന്ന പ്രതീക്ഷയിൽ രഹസ്യമായി കത്തുകൾ അയക്കുകയും ചെയ്യും. അവരുടെ ഈ സ്നേഹശൂന്യമായ വിവാഹം നടക്കുന്നതിന്റെ തൊട്ടുമുമ്പ് ആ സമയത്തായിരുന്നു അത് സംഭവിച്ചത്. അവധിക്ക് നാട്ടിലെത്തിയ US നേവി ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ എഡ്വേർഡ് ബ്രൗണുമായി ആ പെൺകുട്ടി ഒരുപാടെടുത്തു. ആ ബന്ധത്തിൽ ഒലീവിയ എന്ന ആ പെൺകുട്ടി ഗർഭിണിയായി. വിവരം പുറത്തറിഞ്ഞതും വീട്ടിൽ നിന്നും മറ്റുമായി വലിയ സമ്മർദ്ദം അവൾക്ക് മേലുണ്ടാവാൻ ആരംഭിച്ചു. അന്തസ്സിനും കുടുംബ മഹിമയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്ന അതീവ മതവിശ്വാസികളായ അവളുടെ കുടുംബത്തിൽ അവർക്കത് വലിയ പ്രശ്നമായിരുന്നു. ആ നാണക്കേട് മൂടിവെക്കാൻ എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്താൻ അവളുടെ പിതാവായ മിസ്റ്റർ ഡൺ തീരുമാനിച്ചു. അതോടെയാണ് അവളുടെ രഹസ്യ വിവാഹം പെട്ടെന്ന് ആലോചിച്ചുറപ്പിച്ചത്. ഒലീവിയ കൊളറാഡോയിലെ വിദൂരമായ ഒരിടത്തേക്ക് അങ്ങനെ അയക്കപ്പെടുകയായിരുന്നു. അവൾ അങ്ങോട്ടേക്ക് വന്നെത്തിയപ്പോ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവളുടെ പിതാവിന്റെ അടുത്തയാളായ മിസ്റ്റർ കേസസ് എന്ന പുരോഹിതൻ അവളെ സ്വീകരിക്കാനെത്തി. അവിടെ നിന്നുമാണ് അവൾ വിവാഹം കഴിക്കേണ്ട റായ് സിംഗ്ടണെ പരിചയപ്പെടുന്നത്. ആദ്യ കൂടിക്കാഴ്ചയിൽ റായ് വളരെ പരിഭ്രമിച്ചും പരുങ്ങലിലുമാണ് കാണപ്പെട്ടത്. ഇത്തരം സന്ദർഭങ്ങൾ അയാൾക്ക് തീരെ പരിചിതമായിരുന്നില്ല. റായ് ശാന്തനും ലജ്ജാലുവുമായ ഒരു യുവാവായിരുന്നു. എങ്കിലും ഉത്തരവാദിത്ത ബോധവും കുടുംബത്തോടുള്ള സ്നേഹവും അയാളുടെ പ്രത്യേകതയുമായിരുന്നു. ആഡംബരങ്ങൾ എവിടെയുമില്ലാത്ത കൊളറാഡോയുടെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള ഒറ്റപ്പെട്ട ഒരു ഫാം ഏരിയയിലാണ് അയാൾ താമസിച്ചിരുന്നത്. ജനവാസം കുറഞ്ഞ തികച്ചും ഒറ്റപ്പെട്ട ഒരിടമായിരുന്നു അത്. തലമുറകളായി കൈമാറി വന്ന തന്റെ ഫാമിൽ പണിയെടുക്കാനായിരുന്നു അയാൾ ഓരോ ദിവസവും മാറ്റിവെച്ചിരുന്നത്. സത്യസന്ധതയിലും ക്ഷമയിലും കഠിനാധ്വാനത്തിലും ഊന്നിയതായിരുന്നു അയാളുടെ ലളിതമായ ജീവിതം. വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹം കഴിക്കുന്നതിൽ അയാൾക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന കാര്യം ഒലീവിയ ചോദിച്ചു. മറ്റൊരാളുടെ കുഞ്ഞിനെ വയറ്റിലേറ്റുന്ന സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഏതൊരു പുരുഷനും മടിക്കുമെന്നവൾക്കറിയാമായിരുന്നു. എന്നിരുന്നാലും അയാളോട് നീതി പുലർത്താനാണ് അവൾ ആഗ്രഹിച്ചത്. അപ്രതീക്ഷിതമായി അവളെ കണ്ടുമുട്ടിയതോടെ റായ് തന്റെ തീരുമാനത്തിൽ കൂടുതൽ ഉറച്ചു നിന്നു. അവളുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്ന് അയാൾ അവൾക്ക് പ്രോമിസ് ചെയ്തു. ആ കുഞ്ഞിനെ സംരക്ഷിക്കും എന്നുറപ്പ് നൽകുകയും ചെയ്തു. അന്ന് നിനക്ക് ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എന്നവൾ ചോദിച്ചപ്പോ എനിക്ക് സാധിക്കുമെന്നായിരുന്നു റായ് മറുപടി പറഞ്ഞത്. അയാളുടെ ആ പറച്ചിലും ആത്മാർത്ഥതയുമെല്ലാം ഒലിവിയെ അത്ഭുതപ്പെടുത്തി. പ്രത്യേകിച്ച് അവളെപ്പോലൊരു പെൺകുട്ടിയെ ഉപേക്ഷിക്കൽ ഒരാൾക്ക് അത്രമേൽ എളുപ്പമാണ്. പക്ഷേ അയാൾ അത് ചെയ്തില്ല. അയാൾ പറഞ്ഞതാകട്ടെ അവളെപ്പോലൊരു പെൺകുട്ടിയെയും ഒരു കുഞ്ഞിനെയും ഉപേക്ഷിക്കാനും തള്ളിക്കളയാനും ഒരാൾക്കെങ്ങനെ കഴിയുമെന്നായിരുന്നു. അങ്ങനെയാണ് അവർ വിവാഹിതരായത്. റായിയുടെ മൂത്ത സഹോദരി മാർത്തയും ഭർത്താവ് ഹാങ്കും മാത്രമായിരുന്നു ആ ചെറിയ ചടങ്ങിൽ പങ്കെടുത്തതും.
വിവാഹശേഷം റായ് ഒലീവിയയെ കൃഷിഭൂമിക്ക് നടുവിലുള്ള തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പണ്ട് മാതാപിതാക്കൾ ഉപയോഗിച്ചിരുന്ന പ്രധാന കിടപ്പുമുറി അവൾക്കായി അയാൾ നൽകി. അയാൾ മറ്റൊരു മുറിയിലാണ് താമസിക്കുന്നത്. ഒരിക്കൽ റായ് തന്റെ സഹോദരനോടൊപ്പമാണ് ആ മുറി പങ്കിട്ടിരുന്നത് എന്ന കാര്യം ഒലീവിയ അവിടെ കയറിയപ്പോൾ ശ്രദ്ധിച്ചു. അതിനെപ്പറ്റി ചോദിച്ചപ്പോ പേൾ ഹാർബർ ആക്രമണത്തിനിടെ തന്റെ സഹോദരൻ കൊല്ലപ്പെട്ടുവെന്നും ആ വലിയ വിയോഗം ഇപ്പോഴും തന്റെ ജീവിതത്തിൽ മാറ്റമില്ലാതെ തുടരുകയാണെന്നും റായ് അവളോടായി പറഞ്ഞു. അവരുടെ ആദ്യകാലത്തെ ഭക്ഷണ സമയങ്ങൾ അല്പം അസ്വസ്ഥത നിറഞ്ഞതായിരുന്നു. പരസ്പരം സംസാരിക്കാൻ വരെ അവർക്കിടയിൽ ഒരു അസ്വസ്ഥത നിറഞ്ഞു നിന്നിരുന്നു. ടൗണിൽ കൊണ്ടുപോയി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം എന്ന് പറഞ്ഞ് അങ്ങനത്തെ അന്തരീക്ഷം ലഘൂകരിക്കാൻ റായ് ശ്രമിച്ചു. തനിക്ക് വലിയ രീതിയിൽ പാചകമറിയില്ല എന്നൊലിവിയ പറഞ്ഞപ്പോ യാതൊരു മടിയും കൂടാതെ ആ ചുമതലയും റായ് ഏറ്റെടുത്തു. സംസാരത്തിനിടയിൽ ഒലിവിയ തന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പുരാവസ്തു ഗവേഷണത്തിലുള്ള താല്പര്യത്തെക്കുറിച്ചും സംസാരിച്ചു. സംസാരം സുഗമമായി മുന്നോട്ടു പോയെങ്കിലും തന്റെ കുഞ്ഞിന്റെ അച്ഛനെക്കുറിച്ച് അവൾ സൂചിപ്പിച്ച കാര്യങ്ങൾ കേട്ടതും റായ് അസ്വസ്ഥനായി. പിന്നീട് എന്തുകൊണ്ടാണിതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായത് എന്നൊലിവിയ ചോദിച്ചപ്പോ ഇത് ദൈവനിശ്ചയമായിരിക്കാം എന്നായിരുന്നു റായുടെ ലളിതമായ മറുപടി. അവൾ പ്രതീക്ഷിച്ച മറുപടി അല്ലായിരുന്നെങ്കിൽ കൂടിയും അവൾ അതിൽ കൂടുതൽ ചോദിക്കാനൊന്നും പോയില്ല. അന്ന് രാത്രി മുറിയിൽ തനിച്ചിരുന്ന ഒലീവിയ തന്റെ ലോക്കറ്റിലുള്ള എഡ്വേർഡിന്റെ ചിത്രം നോക്കി. അവളുടെ വികാരങ്ങൾക്ക് മാറ്റമൊന്നും വന്നിട്ടില്ലെന്നും അയാൾ വന്ന് തന്നെ ഈ ജീവിതത്തിൽ നിന്ന് കൊണ്ടുപോകുമെന്ന് അവൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്നും അതോടെ വ്യക്തമാകുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം റായ് ഒലീവിയയെ ടൗണിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയ ഉടൻ അവൾ തന്റെ സഹോദരി മാർത്തയെ വിളിക്കാൻ ഒരു പബ്ലിക് ഫോൺ ബൂത്തിലേക്ക് പോയി. എഡ്വേർഡിനെ കുറിച്ച് എന്തെങ്കിലും വാർത്തയുണ്ടോ എന്നവൾ ചോദിച്ചെങ്കിലും ആരും അവനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ലെന്ന് മാർത്ത പറഞ്ഞു. അതേസമയം ഒലിവിയയുടെ പുരാവസ്തു ഗവേഷണത്തിലുള്ള താല്പര്യമറിഞ്ഞ് റായ് ലൈബ്രറിയിൽ പോയി. ആ വിഷയത്തെക്കുറിച്ചുള്ള ഏതാനും പുസ്തകങ്ങളും ജേണലുകളും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെക്കുറിച്ചുള്ള ചില പുസ്തകങ്ങളും എടുത്തു. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ടേക്കോടി. റായ് അവളെ വണ്ടിയോടിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങി. തലമുറകളായി തന്റെ കുടുംബത്തിന്റെ കൈവശമിരുന്ന കൃഷിഭൂമിയിലൂടെ അയാൾ അവളെ വണ്ടിയോടിക്കാൻ സഹായിച്ചു. ആ യാത്രക്കിടയിൽ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ജാപ്പനീസ് അമേരിക്കക്കാരെ ഒലിവിയ ശ്രദ്ധിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ യുവാക്കളെല്ലാം പങ്കെടുക്കാൻ വേണ്ടി പോയതുകൊണ്ട് കൃഷിപ്പണികളിൽ സഹായിക്കാൻ സർക്കാർ നിയോഗിച്ച ക്യാമ്പമാച്ചി എന്ന സ്ഥലത്തു നിന്നുള്ളവരാണവർ എന്ന് റായ് വിശദീകരിച്ചു. ദിവസങ്ങൾ കടന്നുപോയതോടെ ഒലിവിയ പതിയെ ആ നാട്ടിൻപുറത്തെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി. അവൾ റായ്ക്കൊപ്പം പള്ളിയിൽ പോവുകയും നാട്ടുകാരുമായി ഇടപഴകുകയും ചെയ്തു. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവൾ എഡ്വേർഡിനെ സ്നേഹിക്കുകയും അയാൾക്ക് രഹസ്യമായി കത്തുകൾ അയക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൾ റായ്ക്കായി ലളിതമായ പ്രഭാത ഭക്ഷണം പാകം ചെയ്യാനും ശ്രമിച്ചു തുടങ്ങി. അതൊന്നും അത്ര ശരിയായി വന്നില്ലെങ്കിലും റായ് അവളെ പ്രോത്സാഹിപ്പിച്ചു. അവളെ സന്തോഷിപ്പിക്കാൻ അയാൾ പുതിയ വഴികൾ തേടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അയാൾ അവളെ തടാക തീരത്ത് ഒരു പിക്നിക്കിന് കൊണ്ടുപോയി. അവൾക്ക് നീന്താൻ ഇഷ്ടമാണെന്ന് അന്നറിഞ്ഞപ്പോ ദൂരേക്ക് അതിനു വേണ്ടി പോകാതിരിക്കാൻ വീടിനടുത്ത് തന്നെ അയാൾ ഒരു നീന്തൽ കുളമുണ്ടാക്കാനും ആരംഭിച്ചു. പിന്നീട് ഒലിവിയ ഒരു ഡോക്ടറെ കണ്ട് പരിശോധന നടത്തി. ക്രിസ്മസ് സമയത്തോടടുപ്പിച്ച് കുഞ്ഞ് ജനിക്കുമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. പക്ഷേ സന്തോഷിക്കുന്നതിനു പകരം അതവളിൽ വല്ലാത്ത ആശങ്കയുണ്ടാക്കി. വിവാഹം കഴിഞ്ഞ് അധികകാലമൊന്നും ആകാത്തതുകൊണ്ട് ആളുകൾ എന്തു പറയും എന്നതായിരുന്നു അവളുടെ പേടി. പക്ഷേ റായാകട്ടെ വല്ലാതെ ശാന്തനായി നിന്നു. മറ്റുള്ളവരുടെ അഭിപ്രായത്തെക്കാൾ ഉപരി സ്വന്തം കുടുംബത്തിനാണ് താൻ വില നൽകുന്നത് എന്നായിരുന്നു അയാൾ പറഞ്ഞത്. മറ്റുള്ളവരുടെ വിധി തീർപ്പുകളേക്കാൾ സ്വന്തം ആരോഗ്യത്തിലും കുഞ്ഞിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അയാൾ അവളെ പ്രോത്സാഹിപ്പിച്ചു. ഒരിക്കൽ കൃഷിസ്ഥലത്തു കൂടി നടക്കുമ്പോ ക്യാമ്പിൽ നിന്നുള്ള റോസ് എന്നും ഫ്ലോറൻസ് എന്നും പേരുള്ള രണ്ട് പെൺകുട്ടികളെ ഒലിവിയ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടി. അവർ അവിടെ ചിത്രശലഭങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെന്ന് അറിഞ്ഞ നിമിഷം ഒലിവിയക്ക് അവരോട് വലിയൊരു താല്പര്യം തോന്നി. അവൾ അവരെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അടുത്ത ദിവസം അവർ ഒലിവിയയെ കാണാനെത്തി. പിന്നീടുള്ള സംസാരത്തിൽ അവർ പണ്ട് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളായിരുന്നുവെന്ന് ഒലിവിയ മനസ്സിലാക്കി. അവരുടെ അറിവും ബുദ്ധിയും ഒലിവിയയെ ആവേശം കൊള്ളിച്ചു. അവൾ അവരോട് തന്റെ മനസ്സ് തുറന്നു. തന്റെ പഴയ സ്വപ്നങ്ങളെക്കുറിച്ചും പുരാവസ്തു ഗവേഷണത്തെക്കുറിച്ചും സംസാരിച്ചു. ലോകം ചുറ്റിക്കാണാനും പുരാതന സ്ഥലങ്ങൾ സന്ദർശിക്കാനും താനേറെ ആഗ്രഹിച്ചിരുന്നെന്നും വിധി തന്റെ ജീവിതം മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ടു എന്നും അവൾ സങ്കടത്തോടെ ഓർത്തു. എന്തായാലും അവരുടെ സംസാരം അന്ന് നീണ്ടിരുന്നു. പിന്നീട് തന്റെ ഈ പുതിയ സുഹൃത്തുക്കളെക്കുറിച്ച് അവൾ റായിയോട് സംസാരിച്ചു. അവർ ജാപ്പനീസ് വംശജരാണെന്നും മാത്രമായിരുന്നു അയാൾ വല്ലാത്തൊരു ഭാവത്തിൽ സൂചിപ്പിച്ചത്. സഹോദരന്റെ മരണത്തിലുള്ള ദേഷ്യമാണോ ഇതിന് പിന്നിലെന്ന് ഒലിവിയ സംശയിച്ചെങ്കിലും റായ് അത് നിഷേധിച്ചു. താൻ കൃഷിപ്പണിയിൽ തിരക്കിലായതുകൊണ്ട് അധികം അവരോടൊന്നും ഇടപഴകിയിട്ടില്ല എന്നായിരുന്നു അയാൾ പറഞ്ഞത്. മാർത്തയുടെ വീട്ടിലെ അത്താഴ വിരുന്നിനിടെ പുരാവസ്തു ഗവേഷണത്തെക്കുറിച്ച് റായ് സംസാരിക്കുന്നത് ഒലിവിയ അത്ഭുതത്തോടെയാണ് കേട്ടത്. ഒലിവിയയെ ഇംപ്രസ് ചെയ്യിക്കാൻ പുരാവസ്തു പുസ്തകങ്ങൾ
പുസ്തകങ്ങളെക്കുറിച്ച് ഒരുപാട് അവൻ വായിച്ചിരുന്നു, വലിയ അറിവും വളർത്തിയിരുന്നു. ഒലീവിയ എഴുതിയ പഴയ തീസിസിനെ കുറിച്ച് പോലും അയാൾ അവിടെ വെച്ച് വിശദമായി പറഞ്ഞു. ആ നിമിഷം മുതൽ ഒലീവിയക്ക് റായിയോട് ഒരു പ്രത്യേക സ്നേഹം തോന്നി തുടങ്ങി. എങ്കിലും അന്ന് രാത്രി അയാൾ അടുത്തേക്ക് വന്നപ്പോ അവൾ ഒന്നിച്ചുറങ്ങാൻ താല്പര്യം കാണിക്കാതെ അകന്നു മാറി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒലീവിയയുടെ സഹോദരി അവളെ കാണാനെത്തി. ഒലീവിയയുടെ സഹോദരിയുടെ ഭർത്താവും യുദ്ധമുഖത്തേക്ക് പോയിരിക്കുകയായിരുന്നു. സഹോദരി അബി ഇപ്പോൾ തനിച്ചാണ്. ഒലീവിയയെ റായുടെ അടുത്തു നിന്ന് തിരികെ വരാൻ അവൾ പ്രേരിപ്പിച്ചു. അവളുടെ പഴയ വിദ്യാഭ്യാസത്തെപ്പറ്റിയും വലിയ സ്വപ്നങ്ങളെപ്പറ്റിയും അവൾ കണ്ട ഭാവിയെപ്പറ്റിയും അബി അവളെ ഓർമ്മിപ്പിച്ചു. റായിയെ ഉപേക്ഷിക്കുന്നതിനെ ന്യായീകരിക്കാൻ അയാൾ ഒരു ക്രൂരനാണെന്നും അവളെ ഉപദ്രവിക്കുന്നവനാണെന്നും നാട്ടുകാരോട് കള്ളം പറഞ്ഞ് പരത്താമെന്ന് പോലും അബി നിർദ്ദേശിച്ചു. പക്ഷേ ഒലീവിയ അത് പാടെ നിരസിക്കുകയായിരുന്നു ചെയ്തത്. എന്തുതന്നെയാണെങ്കിലും റായ് ഒരു ദയാലുവായ നല്ല മനുഷ്യനാണ് എന്ന കാര്യം അവൾക്കറിയാമായിരുന്നു. അവളുടെ കണ്ണുകളിൽ അവൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാന്യനായ മനുഷ്യനായിരുന്നു അയാൾ. ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി അയാളെ അത്തരത്തിൽ വേദനിപ്പിക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. എന്നിരുന്നാലും അവിടത്തെ ഒറ്റപ്പെട്ട ആ ഒരു സ്ഥലത്തെ താമസം അവളുടെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തിയിരുന്നു. റോസുമായും ഫ്ലോറൻസുമായുള്ള സൗഹൃദം അവൾക്ക് വലിയൊരു ആശ്വാസമായി മാറി. അവർ ഒന്നിച്ചിരുന്ന് ചിത്രശലഭങ്ങളെ നിരീക്ഷിച്ചും പരസ്പരം ഓരോ ചിന്തകൾ പങ്കുവെച്ചും ആശയങ്ങളെപ്പറ്റി സംസാരിച്ചും നിശബ്ദവും മനോഹരവുമായ ഒരു ബന്ധം കെട്ടിപ്പടുത്തു. ഒരിക്കൽ ഒലീവിയ അവരെ ടൗണിലേക്ക് കൊണ്ടുപോയി. നാട്ടുകാരുടെ പ്രതികരണം ഒട്ടും സൗഹൃദപരമായിരുന്നില്ല. തങ്ങൾക്കിടയിൽ ജാപ്പനീസ് മുഖങ്ങൾ കാണുന്നതിലുള്ള അനിഷ്ടം അവിടെയുള്ളവരുടെ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. അവരിൽ നിന്ന് അകന്നു നിൽക്കാൻ ഒരാൾ ഒലിവിയോട് പറയുക പോലും ചെയ്തു. പക്ഷേ അവൾ അത് അവഗണിച്ചുകൊണ്ട് തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം മുന്നോട്ടു പോവുകയായിരുന്നു ചെയ്തത്. ദിവസങ്ങൾ കടന്നുപോകെ ഒലിവിയ നാട്ടിൻപുറത്തെ ജീവിതവുമായി പതിയെ പൊരുത്തപ്പെട്ടു. പഴയ ഫർണിച്ചറുകൾ വൃത്തിയാക്കിയും വീടിന് മുന്നിലെ ചെറിയ പൂന്തോട്ടം പരിപാലിച്ചും അവൾ തന്റെ സമയം ചിലവഴിച്ചു. അതേസമയം അവളുടെ ജീവിതം എളുപ്പമാക്കാൻ റായ് പുതിയ വഴികൾ കണ്ടെത്തിക്കൊണ്ടിരുന്നു. ടൗണിലേക്ക് പോകാതെ തന്നെ കുടുംബവുമായി സംസാരിക്കാൻ അയാൾ വീട്ടിൽ ഒരു ടെലിഫോൺ സ്ഥാപിച്ചു. കുറച്ചു കാലത്തേക്ക് അവർ ഓരോ ദിവസവും അടുത്തുവരുന്ന ഒരു നവദമ്പതികളെപ്പോലെ യഥാർത്ഥ സന്തോഷമുള്ള ദമ്പതികളായി കാണപ്പെട്ടു. യുദ്ധത്തിൽ മരിച്ച തന്റെ സഹോദരൻ ഡാനിയേലിന്റെ ശവകുടീരത്തിലേക്ക് റായ് ഒലീവിയയെ കൊണ്ടുപോയി. ഡാനിയേലിന്റെ വിയോഗത്തിൽ റായ് ഇപ്പോഴും വളരെയധികം ദുഃഖിതനാണെന്നും വലിയ കുറ്റബോധം പേറുന്നുണ്ടെന്നും വ്യക്തമായിരുന്നു. എന്നാലത് അയാളുടെ തെറ്റുകൊണ്ടൊന്നുമല്ലെന്ന് ഒലീവിയ റായെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അവർക്കിടയിൽ ഉടലെടുത്തു വന്ന ആ സന്തോഷം അധികകാലം പക്ഷേ നീണ്ടുനിന്നില്ല. ഒരു ദിവസം റായ് വല്ലാതെ അസ്വസ്ഥനായിരുന്നു വീട്ടിലെത്തിയത്. ഒലീവിയ അദ്ദേഹത്തിനായി ഒരു പ്രത്യേക അത്താഴം തയ്യാറാക്കി വെച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റം അസ്വാഭാവികമായ രീതിയിൽ വല്ലാതെ പരുഷമായിരുന്നു. ദേഷ്യം കാരണം അദ്ദേഹം തന്റെ നായയെപ്പോലും പുറത്തേക്ക് തള്ളിവിട്ടു. വൈകാതെ അതിന്റെ കാരണം വ്യക്തമായി. പോസ്റ്റ് ഓഫീസിൽ വെച്ച് പോസ്റ്റുകളൊക്കെ സ്വീകരിക്കുമ്പോ റായ്ക്ക് എഡ്വേർഡിന്റെ ഒരു കത്ത് ലഭിച്ചിരുന്നു. ഒലീവിയ അയച്ച കത്തിന് മറുപടിയായി എത്തിയതാണത്. ഒലീവിയ തന്നിൽ നിന്നും മറച്ചുവെച്ച് രഹസ്യമായി എഡ്വേർഡുമായി ബന്ധം പുലർത്തുന്നുണ്ട് എന്ന ചിന്ത റായെ അപ്പാടെ തകർത്തു കളഞ്ഞു. അത് നേരിടാൻ കഴിയാതെ മനസ്സ് ശാന്തമാക്കാൻ അയാൾ കുറച്ചുനേരം അവിടെ നിന്ന് മാറി നിന്നു. തന്റെ കയ്യിൽ ആ കത്ത് കിട്ടിയപ്പോ ഒലീവിയ ആ കത്ത് പൊട്ടിച്ചു വായിച്ചു. പക്ഷെ ആ കത്തിലെ വിവരങ്ങൾ അത്യധികം വേദനിപ്പിക്കുന്നതായിരുന്നു. ഒലീവിയയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛൻ താനല്ലെന്നും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തനിക്കാവില്ല എന്നുമായിരുന്നു എഡ്വേർഡ് അതിൽ എഴുതിയിരുന്നത്. അതോടെ ഒലിവിയ മാനസികമായി ആകെ തകർന്നു. ദുഃഖത്തോടെ അവൾ മാർത്തയുടെ അടുത്തെത്തി എല്ലാം തുറന്നു പറഞ്ഞു. താൻ ആദ്യം ഇവിടെത്തിയപ്പോ അനുഭവിച്ച ഏകാന്തതയെക്കുറിച്ചും ഒരിക്കലും മറുപടി ലഭിക്കില്ലെന്നറിഞ്ഞിട്ടും എഡ്വേർഡിന് കത്തുകൾ എഴുതിയതിനെ പറ്റിയുമെല്ലാം അവൾ ഏറ്റുപറഞ്ഞു. എഡ്വേർഡ് മടങ്ങി വരുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു എന്നവൾ പറഞ്ഞു വെച്ചു. തുടക്കം മുതലേ സത്യമൊക്കെ അറിയാമായിരുന്ന മാർത്ത ഒലിവിയയെ കുറ്റപ്പെടുത്താതെ എല്ലാം കേട്ടുനിന്നു. മാർത്ത എപ്പോഴും അവരുടെ വിവാഹത്തെ പിന്തുണച്ചിരുന്നുവെങ്കിൽ കൂടിയും ഒലിവിയ അനുഭവിച്ചിരുന്ന സംഘർഷം അവർക്ക് മനസ്സിലാകുമായിരുന്നു. റായ് അവളെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെന്നും എന്നാൽ അവൾ ഇവിടെ ഒരു തടവിലായതുപോലെ തോന്നരുത് എന്നും മാർത്ത പറഞ്ഞു. എഡ്വേർഡിന്റെ കൂടെയുള്ളപ്പോൾ മാത്രമേ നിനക്ക് സന്തോഷിക്കാൻ പറ്റൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ ആ വഴി നീ തിരഞ്ഞെടുക്കുന്നതാകും ഉത്തമം എന്ന് മാർത്ത അവൾക്കരികിൽ കൂട്ടിച്ചേർത്തു. ഒലീവിയ എന്ത് തീരുമാനമെടുത്താലും ആത്യന്തികമായി അവൾ സന്തോഷവതിയായിരിക്കണം എന്നായിരുന്നു മാർത്ത ആഗ്രഹിച്ചത്. അതിനുള്ള പിന്തുണയും മാർത്ത വാഗ്ദാനം ചെയ്തു. പക്ഷെ ഒലീവിയക്ക് താൻ യാഥാർത്ഥ്യത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിൽ ഒട്ടും ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ കുറച്ചധികം കൺഫ്യൂസ്ഡായി തുടർന്നു.
അങ്ങനെയിരിക്കെ താങ്ക്സ് ഗിവിംഗ് ആഘോഷവേള വന്നു. ആ ആഘോഷവേളയിൽ അവൾ ഒരു കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. ആ നിമിഷം അവൾ ഒരു പ്രധാന കാര്യം തിരിച്ചറിഞ്ഞു. റായുടെ കുടുംബം അൺകണ്ടീഷണൽ ലവ് ആണ് അവൾക്ക് നൽകുന്നത്. അത് അവളുടെ ജീവിതത്തെക്കുറിച്ചും തന്റെ മുന്നിലുള്ള തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് തന്നെ പതിയെ മാറ്റിമറിച്ചു. അധികം വൈകാതെ ഒലീവിയ തന്നെ വിട്ടുപോകാൻ ഒരുങ്ങുകയാണ് എന്ന് ചിന്തിച്ചിരുന്ന റായ് തന്റെ ഉള്ളിലെ ഫീലിംഗ്സ് അവളോടൊന്ന് തുറന്നു പറഞ്ഞേക്കാം എന്ന് കരുതി അയാൾ തന്റെ വികാരങ്ങൾ ആത്മാർത്ഥമായി അവൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുകയും പ്രണയം തുറന്നു പറയുകയും മരണപ്പെട്ടുപോയ തന്റെ അമ്മയുടെ വിവാഹമോതിരം അവൾക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. എന്നെങ്കിലും അവൾ സമാധാനത്തിലെത്തുമെന്നും സന്തോഷവതിയാകുമെന്നും തന്നെ സ്വീകരിച്ചേക്കും എന്നുള്ള പ്രതീക്ഷയുടെ പുറത്തായിരുന്നു അത്. അന്ന് സംസാരിക്കുമ്പോ ഒരു കാര്യം അവൻ എടുത്തു പറഞ്ഞു. ഞാൻ നിന്നെ ഏറെ സ്നേഹിച്ചു പോയി. നിന്റെ ഉള്ളിലെ കുഞ്ഞിനെയും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. റായുടെ വാക്കുകൾ കേട്ട് ആദ്യമൊക്കെ ഒലീവിയ ഒന്നും മടിച്ചു. പക്ഷേ റായ് നൽകുന്ന ഈ സ്നേഹത്തിനും കരുതലിനും താൻ അർഹയല്ലെന്ന് അവൾക്ക് തോന്നി. കുറച്ചു ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടേക്കൂടി. ഒരു ദിവസം ഒലീവിയ ക്യാമ്പിൽ പോയി ഫ്ലോറൻസിനെ കണ്ടു. ഫ്ലോറൻസ് തനിക്ക് വാൾട്ടർ എന്നു പേരുള്ള ഒരു രഹസ്യ കാമുകനുണ്ടെന്ന് അവളോടായി പറഞ്ഞു. ജർമ്മൻ യുദ്ധത്തടവുകാരെ നിരീക്ഷിക്കുന്ന ഒരു സൈനിക ഗാർഡാണ് വാൾട്ടർ എന്നാണ് അവൾ പറഞ്ഞത്. ക്യാമ്പിൽ നിന്ന് മാറി കുറച്ചു സമയം ചിലവഴിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും തങ്ങളെ ഒന്ന് തെക്ക് ഭാഗത്തേക്ക് കാറിൽ കൊണ്ടുപോകാമോ എന്നും ഫ്ലോറൻസ ഒലീവിയോട് ചോദിച്ചു. ഒലീവിയ അതിന് സമ്മതിച്ചു. പക്ഷെ ഒലീവിയ വാൾട്ടറെ കണ്ടുമുട്ടിയപ്പോ അവൾക്കെന്തോ പന്തികേട് തോന്നി. അയാളുടെ സംസാര രീതിയിൽ നിന്ന് അവൾ പെട്ടെന്ന് ആ സത്യം മനസ്സിലാക്കി. വാൾട്ടർ ഒരു ഗാർഡല്ല, മറിച്ച് തടവിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ജർമ്മൻ സൈനികനാണ്. ഫ്ലോറൻസ് തന്റെ തുന്നൽ വിദ്യ ഉപയോഗിച്ച് തുന്നിയ യൂണിഫോം ധരിച്ച് ഒരു അമേരിക്കൻ സൈനികനായി ആൾമാറാട്ടം നടത്തി നിൽക്കുകയാണ് അയാൾ. മുമ്പ് പലരും വാൺ ചെയ്ത പോലെ തന്റെ സൗഹൃദം തന്നെ ചതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. സാഹചര്യത്തിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കിയ ഒലീവിയ രക്ഷപ്പെട്ട ഒരു തടവുകാരനെ സഹായിക്കുന്നത് രാജ്യദ്രോഹ കുറ്റം വരെയാകും എന്ന് ഫ്ലോറൻസിന് മുന്നറിയിപ്പ് നൽകി. റോസിനെയും ഫ്ലോറൻസിനെയും ക്യാമ്പിന് സമീപം ഇറക്കിവിട്ടിയവൾ അപ്രതീക്ഷിതമായൊരു തീരുമാനമെടുത്തു. വാൾട്ടറെ ഉടനെ പോലീസിൽ ഏൽപ്പിക്കുന്നതിന് പകരം അവൾ അയാളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. റായുടെ വസ്ത്രങ്ങൾ ധരിക്കാനായി എടുത്തു നൽകി. ശേഷം വണ്ടിയുടെ താക്കോൽ വാതിലിനടുത്ത് അയാൾ കാണാൻ പറ്റുന്ന വിധത്തിൽ വെച്ചു. അയാൾക്ക് ആ വണ്ടിയുമായി രക്ഷപ്പെടാൻ അവൾ ഒരു അവസരമൊരുക്കുകയായിരുന്നു. വാൾട്ടറും അത് ചിന്തിക്കാതെ ആ വണ്ടി എടുത്തു. പക്ഷെ വാൾട്ടർ അറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു. ആ ട്രക്കിന്റെ ഫ്യൂവൽ ഗേജ് കേടായിരുന്നു. ടാങ്ക് നിറയെ ഇന്ധനമുണ്ടെന്നത് കാണിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അതിൽ ഇന്ധനം തീരാറായി കഴിഞ്ഞിരുന്നു. വണ്ടി അധിക ദൂരം പോകുന്നതിന് മുമ്പേ നിൽക്കുമെന്ന് ഒലീവിയക്ക് ഉറപ്പായിരുന്നു. വാൾട്ടർ വണ്ടിയെടുത്ത് പോയ ഉടൻ ഒലീവിയ പോലീസിനെ വിളിച്ചു. രക്ഷപ്പെട്ട ഒരു ജർമ്മൻ തടവുകാരൻ തന്റെ വണ്ടി മോഷ്ടിച്ചു എന്നവൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം തന്നെ അവൾക്ക് പ്രസവവേദനയും അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് അവൾ ഒരു ഡോക്ടറെയും വിളിച്ചു. നടന്ന കാര്യങ്ങളുടെ എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ വാൾട്ടർ ധരിച്ചിരുന്ന യൂണിഫോം അവൾ തീയിട്ടു. പക്ഷെ അത്തവണ തീയിടുമ്പോൾ അതിനോടൊപ്പം തന്നെ എഡ്വേർഡിന്റെ ചിത്രമുണ്ടായിരുന്ന തന്റെ കയ്യിലുള്ള പഴയ ലോക്കറ്റും അവൾ ആ തീയിലേക്ക് എറിഞ്ഞു. തന്റെ ഭൂതകാലത്തെയും അതുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും അവിടെ ഉപേക്ഷിക്കാൻ അവൾ തീരുമാനിച്ചു. ആ തീ കെട്ടടങ്ങിയപ്പോഴേക്കും റായ് വീട്ടിലേക്കെത്തി. പ്രസവവേദന വന്ന കാര്യവും കുഞ്ഞു വരാൻ പോവുകയാണെന്നും ഒലീവിയ അയാളോട് പറഞ്ഞു. വൈകാതെ ഡോക്ടർ എത്തി വേണ്ട കാര്യങ്ങൾ ചെയ്തു. കഠിനമായ പ്രസവ വേദനയ്ക്ക് ശേഷം ഒലീവിയ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ആ നിമിഷം അവർക്കിടയിലെ കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു. തങ്ങൾക്കിടയിൽ വളർന്നു വന്ന വികാരങ്ങളെ അവൾ ആദ്യമായി പൂർണ്ണമായി അംഗീകരിച്ചു. അവളുടെ പ്രണയവും അവനടുക്കൽ പ്രകടിപ്പിച്ചു. അവരുടെ ബന്ധം യാഥാർത്ഥ്യമായി മാറി. ഏതാനും മാസങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതം ആദ്യത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി മാറിയിരുന്നു. റായ് തന്റെ മകനെ കൈകളിലെടുത്തു നടക്കുമ്പോൾ ഒലീവിയ അയാളുടെ കൈപിടിച്ച് നടന്നു. ഇരുവരും ഇപ്പോൾ പരസ്പരം പ്രണയിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു. മരിച്ചുപോയ സഹോദരനോടുള്ള ബഹുമാന സൂചകമായി അവർ കുഞ്ഞിന് റായുടെ സഹോദരൻ ഡാനിയലിന്റെ പേരായിരുന്നു ഇട്ടത്. പിന്നീട് അവരൊരുമിച്ച് പുതിയൊരു അധ്യായം ആരംഭിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.